ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്കായുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി 18/8/2025. ശമ്പള സ്കെയിൽ വരുന്നത് 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെ. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ബോക്സിന്റെ അടുത്തുള്ള ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മടി കാണിക്കരുത്. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. പോസ്റ്റ് നെയിം ആൻഡ് പോസ്റ്റ് കോഡ് സൂപ്രണ്ടിംഗ് ജിയോളജിസ്റ്റ് SPGEO 01. ഒരൊഴിവാണുള്ളത്. അൺറിസർവ്ഡ്, അതായത് ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കാം. ഗ്രേഡ് C ആണ്. 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ് ശമ്പളം വരുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് ജനറൽ വിഭാഗത്തിന് 34 വയസ്സാണ്. കട്ട് ഓഫ് ഡേറ്റ് 18/8/2025. അടുത്തത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, പെർസെന്റേജ് ആൻഡ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, റെലവന്റ് വർക്ക് എക്സ്പീരിയൻസ് എന്നിവ നോക്കാം. കട്ട് ഓഫ് ഡേറ്റ് 18/8/2025 ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ജിയോളജി ഓർ അപ്ലൈഡ് ജിയോളജി ഓഫ് മിനിമം 2 years ഡ്യൂറേഷൻ വിത്ത് മിനിമം 60% മാർക്സ് ആൻഡ് ഹാവിംഗ് സബ്ജക്ട് ഓഫ് മാത്തമാറ്റിക്സ് അറ്റ് ഗ്രാജുവേഷൻ ലെവൽ. കൂടാതെ 4 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കും. പോസ്റ്റ് മാനേജർ F&A MFA 02. ആകെ 5 ഒഴിവുകളാണുള്ളത്. ജനറൽ വിഭാഗത്തിന്റെ 3 ഒഴിവും OBC നോൺ ക്രീമിലിയർ വിഭാഗത്തിന് 1 ഒഴിവും SC വിഭാഗത്തിന് 1 ഒഴിവുമാണുള്ളത്. ഗ്രേഡ് C ആണ്. ശമ്പളം വരുന്നത് 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ്. അപ്പർ ഏജ് ലിമിറ്റ് നോക്കാം. ജനറൽ വിഭാഗത്തിന് 34 വയസ്സും OBC നോൺ ക്രീമിലിയർ വിഭാഗത്തിന് 37 വയസ്സും SC വിഭാഗത്തിന് 39 വയസ്സുമാണ്. അടുത്തത് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. അസോസിയേറ്റ് മെമ്പർ ഓഫ് ICAI ഓർ ICMAI ആൻഡ് 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. അടുത്ത പോസ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ SPE INS 03. ആകെ 2 ഒഴിവുകളാണുള്ളത്. ജനറൽ വിഭാഗത്തിന് 1, OBC നോൺ ക്രീമിലിയറിന് 1. C ഗ്രേഡ് ആണ്. സാലറി വരുന്നത് 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ്. ഇനി അപ്പർ ഏജ് ലിമിറ്റ് നോക്കാം. ജനറൽ വിഭാഗത്തിന് 32 വയസ്സും OBC നോൺ ക്രീമിലിയറിന് 35 വയസ്സുമാണ്. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. 65% മാർക്കോട് കൂടി 4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എക്സെട്ര. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. അടുത്ത പോസ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പൈപ്പ് ലൈൻ T&I SPE T&I 04. 5 ഒഴിവുകളാണുള്ളത്. ജനറൽ വിഭാഗത്തിന് 3 ഒഴിവും OBC നോൺ ക്രീമിലിയറിന് 1 ഒഴിവും SC വിഭാഗത്തിന് 1 ഒഴിവുമാണ് ഉള്ളത്. ഗ്രേഡ് വരുന്നത് C ആണ്. ശമ്പളം 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ്. ഇനി അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ വിഭാഗത്തിന് 32 വയസ്സും OBC നോൺ ക്രീമിലിയറിന് 35 വയസ്സും SC വിഭാഗത്തിന് 37 വയസ്സുമാണ്. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. 65% മാർക്കോട് കൂടി 4 വർഷ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്. ഓർ ഇക്വലന്റ് ഇൻ CGPA ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ SPE EE 05. ആകെ 8 ഒഴിവുകളാണുള്ളത്. ജനറൽ വിഭാഗത്തിന് 3 ഒഴിവും OBC നോൺ ക്രീമിലിയറിന് 2 ഒഴിവും SC വിഭാഗത്തിന് 1 ഒഴിവും ST വിഭാഗത്തിന് 1 ഒഴിവ് EWS വിഭാഗത്തിന് 1 ഒഴിവ്. ഗ്രേഡ് വരുന്നത് C ആണ്. ശമ്പളം 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ്. അപ്പർ ഏജ് ലിമിറ്റ് നോക്കാം. ജനറൽ വിഭാഗത്തിന് 32 വയസ്സും OBC നോൺ ക്രീമിലിയർ വിഭാഗത്തിന് 35 വയസ്സും SC വിഭാഗത്തിന് 37 വയസ്സും ST വിഭാഗത്തിന് 37 വയസ്സും EWS വിഭാഗത്തിന് 32 വയസ്സും. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. 65% മാർക്കോട് കൂടി 4 വർഷ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. കൂടാതെ ഈക്വലന്റ് ഇൻ CGPA. അടുത്ത പോസ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ SPE INS 03. ആകെ 2 ഒഴിവുകളാണുള്ളത്. ജനറൽ വിഭാഗത്തിന് 1, OBC നോൺ ക്രീമിലിയറിന് 1. C ഗ്രേഡ് ആണ്. സാലറി വരുന്നത് 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ്. ഇനി അപ്പർ ഏജ് ലിമിറ്റ് നോക്കാം. ജനറൽ വിഭാഗത്തിന് 32 വയസ്സും OBC നോൺ ക്രീമിലിയറിന് 35 വയസ്സുമാണ്. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. 65% മാർക്കോട് കൂടി 4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എക്സെട്ര. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. അടുത്ത പോസ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പൈപ്പ് ലൈൻ T&I SPE T&I 04. 5 ഒഴിവുകളാണുള്ളത്. ജനറൽ വിഭാഗത്തിന് 3 ഒഴിവും OBC നോൺ ക്രീമിലിയറിന് 1 ഒഴിവും SC വിഭാഗത്തിന് 1 ഒഴിവുമാണ് ഉള്ളത്. ഗ്രേഡ് വരുന്നത് C ആണ്. ശമ്പളം 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ്. ഇനി അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ വിഭാഗത്തിന് 32 വയസ്സും OBC നോൺ ക്രീമിലിയറിന് 35 വയസ്സും SC വിഭാഗത്തിന് 37 വയസ്സുമാണ്. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. 65% മാർക്കോട് കൂടി 4 വർഷ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്. ഓർ ഇക്വലന്റ് ഇൻ CGPA ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ SPE EE 05. ആകെ 8 ഒഴിവുകളാണുള്ളത്. ജനറൽ വിഭാഗത്തിന് 3 ഒഴിവും OBC നോൺ ക്രീമിലിയറിന് 2 ഒഴിവും SC വിഭാഗത്തിന് 1 ഒഴിവും ST വിഭാഗത്തിന് 1 ഒഴിവ് EWS വിഭാഗത്തിന് 1 ഒഴിവ്. ഗ്രേഡ് വരുന്നത് C ആണ്. ശമ്പളം 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ്. അപ്പർ ഏജ് ലിമിറ്റ് നോക്കാം. ജനറൽ വിഭാഗത്തിന് 32 വയസ്സും OBC നോൺ ക്രീമിലിയർ വിഭാഗത്തിന് 35 വയസ്സും SC വിഭാഗത്തിന് 37 വയസ്സും ST വിഭാഗത്തിന് 37 വയസ്സും EWS വിഭാഗത്തിന് 32 വയസ്സും. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. 65% മാർക്കോട് കൂടി 4 വർഷ ബിരുദമാണ് യോഗ്യത വരുന്നത്. ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് ഇൻ CGPA. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സിവിൽ SPE C406.
രണ്ടൊഴിവുകളാണുള്ളത്. UR ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവും OBC നോൺ ക്രിമിനലിന് ഒരു ഒഴിവും. ഗ്രേഡ് C ആണ്. ശമ്പളം 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ്. അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ വിഭാഗത്തിന് 32 വയസ്സും OBC നോൺ ക്രിമിനൽ വിഭാഗത്തിന് 35 വയസ്സുമാണ് വരുന്നത്. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. 65% മാർക്കോടുകൂടി 4 വർഷത്തെ ബിരുദമാണ് പറയുന്നത് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. കൂടാതെ 4 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ റെലവന്റ് വർക്ക് എക്സ്പീരിയൻസ്. മാനേജർ HR MHR 07 3 ഒഴിവുകളാണുള്ളത്. ജനറൽ വിഭാഗത്തിന് 2 ഒഴിവ്, ST വിഭാഗത്തിന് 1 ഒഴിവ്. ഗ്രേഡ് വരുന്നത് C ആണ്. ശമ്പളം 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെ. അടുത്തത് ഏജ് ലിമിറ്റ് നോക്കാം. ജനറൽ വിഭാഗത്തിന് 34 വയസ്സും ST വിഭാഗത്തിന് 39 വയസ്സുമാണ്. കട്ട് ഓഫ് ഡേറ്റ് 18/8/2025 ആണ്. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ഓർ HR or HRD or HRM of minimum 2 years duration with minimum 60% marks, or postgraduate degree in personal management or industrial relations, or labor welfare of minimum 2 years duration with minimum 60% marks, or relevant or equivalent in CGPA, അല്ലെങ്കിൽ minimum 2 years full time postgraduate diploma in PM or IR or labor welfare with minimum 60% marks or equivalent in CGPA. കൂടാതെ PGDM or MBA of minimum 2 years duration with specialization in HR from IIM with minimum 60% marks. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡ്രില്ലിംഗ് SPE DRI 08 10 ഒഴിവുകളാണുള്ളത്. ജനറൽ വിഭാഗത്തിന് 4 ഒഴിവും, OBC നോൺ ക്രിമിനലിന് 2 ഒഴിവും, SC വിഭാഗത്തിന് 2 ഒഴിവും, ST വിഭാഗത്തിന് 1 ഒഴിവ്, EWS വിഭാഗത്തിന് 1 ഒഴിവ്. ഗ്രേഡ് വരുന്നത് C ആണ്. ശമ്പള സ്കെയിൽ 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ്. ഇനി അപ്പർ ഏജ് ലിമിറ്റ് നോക്കാം. ജനറൽ വിഭാഗത്തിന് 32 വയസ്സും, OBC നോൺ ക്രിമിനൽ വിഭാഗത്തിന് 35 വയസ്സും, SC ST വിഭാഗത്തിന് 37 വയസ്സും, EWS വിഭാഗത്തിന് 32 വയസ്സുമാണ് പ്രായപരിധി വരുന്നത്. അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഓഫ് മിനിമം 4 years ഡ്യൂറേഷൻ വിത്ത് മിനിമം 65% മാർക്സ് ഓർ ഈക്വലന്റ് ഇൻ CGPA. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പ്രൊഡക്ഷൻ SPE PROD 09 7 ഒഴിവുകളാണുള്ളത്. ജനറൽ വിഭാഗത്തിന് 3 ഒഴിവ്, OBC നോൺ ക്രിമിനലിന് 2 ഒഴിവ്, SC വിഭാഗത്തിന് 1 ഒഴിവ്, EWS വിഭാഗത്തിന് 1 ഒഴിവ്. ഗ്രേഡ് C ആണ്. ശമ്പള സ്കെയിൽ വരുന്നത് 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ്. അപ്പർ ഏജ് ലിമിറ്റ് ജനറൽ വിഭാഗത്തിന് 32 ഓർ 34, OBC നോൺ ക്രിമിനൽ വിഭാഗത്തിന് 35 വയസ്സ് ഓർ 37, SC വിഭാഗത്തിന് 37 ഓർ 39, EWS വിഭാഗത്തിന് 32 ഓർ 34 വയസ്സ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ പെട്രോളിയം ഓർ മെക്കാനിക്കൽ ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് മിനിമം 4 years ഡ്യൂറേഷൻ വിത്ത് മിനിമം 65% മാർക്സ് ഓർ ഈക്വലന്റ് ഇൻ CGPA, or postgraduate degree in petroleum engineering or technology of minimum 2 years duration with minimum 60% marks and 4 വർഷത്തെ പ്രവൃത്തി. അടുത്ത പോസ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എൻവയോൺമെന്റ് SPE ENV 10 ഒരൊഴിവാണുള്ളത്. OBC നോൺ ക്രിമിനലിന് 1 ഒഴിവ്. ഗ്രേഡ് C ആണ്. 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ് ശമ്പളം വരുന്നത്. അടുത്തത് ഏജ് നോക്കാം. OBC നോൺ ക്രിമിനൽ വിഭാഗത്തിന് 35 വയസ്സ് അല്ലെങ്കിൽ 37 വയസ്സാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓഫ് മിനിമം 4 years ഡ്യൂറേഷൻ വിത്ത് മിനിമം 65% മാർക്ക്, or bachelor's degree in any branch of engineering of minimum 4 years duration with a master's degree in environmental engineering of minimum 2 years duration with a minimum 60% marks, or master's degree in environmental science of minimum 2 years duration with a minimum 60% marks. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അടുത്തത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ലോജിസ്റ്റിക്സ് SPE LO 11 ഒരൊഴിവാണുള്ളത്. ജനറൽ വിഭാഗത്തിനാണ് ഒരു ഒഴിവുള്ളത്. ഗ്രേഡ് C 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ് ശമ്പളം. ഏജ് ലിമിറ്റ് നോക്കാം. ജനറൽ വിഭാഗത്തിന് 32 വയസ്സാണ്. ഇനി എക്സ്പീരിയൻസ് നോക്കാം. എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് മിനിമം 4 years ഡ്യൂറേഷൻ വിത്ത് മിനിമം 65% മാർക്സ്. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഫീൽഡ് എഞ്ചിനീയറിംഗ് SPE FE 12 ഒരൊഴിവാണുള്ളത്. ജനറൽ വിഭാഗത്തിനാണ് ഒരു ഒഴിവുള്ളത്. ഗ്രേഡ് C ആണ്. 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ് ശമ്പളം വരുന്നത്. ഇനി പ്രായപരിധി നോക്കാം. ജനറൽ വിഭാഗത്തിന് 32 വയസ്സ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് മിനിമം 4 years ഡ്യൂറേഷൻ വിത്ത് മിനിമം 65% മാർക്സ് ഓർ ഈക്വലന്റ് ഇൻ CGPA. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പൈപ്പ് ലൈൻ മെക്കാനിക്കൽ SPE PM 13 അടുത്ത 2 ഒഴിവുകളാണ് ഇതിനുള്ളത്. ജനറൽ വിഭാഗത്തിന് 1 ഒഴിവും, OBC നോൺ ക്രിമിനൽ വിഭാഗത്തിന് 1 ഒഴിവും. ഗ്രേഡ് C ആണ്. 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ് ശമ്പളം. ഇനി പ്രായപരിധി നോക്കാം. ജനറൽ വിഭാഗത്തിന് 32 വയസ്സും, OBC നോൺ ക്രിമിനൽ വിഭാഗത്തിന് 35 വയസ്സും. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് മിനിമം 4 years ഡ്യൂറേഷൻ വിത്ത് മിനിമം 65% മാർക്സ്. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയം. പോസ്റ്റ് മാനേജർ കോൺട്രാക്ട്സ് ആൻഡ് പർച്ചേസ് MCP 14 5 ഒഴിവുകളാണുള്ളത്. ജനറൽ വിഭാഗത്തിന് 3 ഒഴിവും, OBC നോൺ ക്രിമിനലിന് 1 ഒഴിവും, SC വിഭാഗത്തിന് 1 ഒഴിവും. ഗ്രേഡ് C 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ് ശമ്പളം. ഇനി പ്രായപരിധി ജനറൽ വിഭാഗത്തിന് 32 വയസ്സും, OBC നോൺ ക്രിമിനൽ വിഭാഗത്തിന് 35 വയസ്സും, SC വിഭാഗത്തിന് 37 വയസ്സും. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓഫ് മിനിമം 4 years ഡ്യൂറേഷൻ വിത്ത് മിനിമം 65% മാർക്സ് ഓർ ഈക്വലന്റ് ഇൻ CGPA. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയം. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ റിസർവോയർ SPE RES 15 ഒരൊഴിവാണുള്ളത്. ജനറൽ വിഭാഗത്തിനാണ് ഒരു ഒഴിവ്. ഇനി ഗ്രേഡ് C ആണ്. ശമ്പളം 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെ.
അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ ഭാഗത്തിന് 32 വയസ്സ് മുതൽ 34 വയസ്സ് വരെ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് ഓഫ് മിനിമം 4 years ഡ്യൂറേഷൻ വിത്ത് 65% മാർക്സ് ഓർ equivalent in CGPA, or മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓഫ് മിനിമം 2 years ഡ്യൂറേഷൻ വിത്ത് 60% മാർക്സ് ഓർ equivalent in CGPA ഹാവിംഗ് എഞ്ചിനീയറിംഗ് അറ്റ് ഗ്രാജുവേഷൻ ലെവൽ. കൂടാതെ 4 വർഷത്തെ പ്രവൃത്തി പരിചയം. ഇനി ആപ്ലിക്കേഷൻ ഫീസിനെ പറ്റി നോക്കാം. ജനറൽ വിഭാഗത്തിനും OBC നോൺ ക്രിമിനൽ വിഭാഗത്തിനും 500 രൂപയും പ്ലസ് GST ചേർത്താണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. SC ST PWBD EWS എക്സ് സർവീസ്മാൻമാർക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ല. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. 2 ഫേസ് ആയിട്ടാണ് സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നത്. ഫേസ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT, ടോട്ടൽ മാർക്സ് വരുന്നത് 100 ആണ്. വെയിറ്റേജ് 85% ആണ്. ഇനി ക്വാളിഫൈങ് മാർക്സ് നോക്കാം. ജനറൽ വിഭാഗത്തിനും OBC നോൺ ക്രിമിനൽ വിഭാഗത്തിനും EWS വിഭാഗത്തിന് 50% മാർക്ക് മതിയാകും. എന്നാൽ SC ST PWBD വിഭാഗത്തിന് 40% മാർക്ക് മതി. അടുത്തത് ഫേസ് 2 പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. ടോട്ടൽ മാർക്സ് വരുന്നത് 15 ആണ്. വെയിറ്റേജ് 15% ആണ്, അതായത് 15%. നോ ക്വാളിഫൈയിങ് മാർക്സ്. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. സെലക്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിൽ പരാജയപ്പെടുന്നവർക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കമ്പനിയുടെ ആവശ്യകത അനുസരിച്ച് ഓയിലിന്റെ ഏതെങ്കിലും പ്രവർത്തന മേഖലകളിലോ ഓഫീസുകളിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യുന്ന വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.oil-india.com/advertisement-list. ഇതിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 18/8/2025 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.